അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ സ്ത്രീകളെ കൂട്ടിക്കൊണ്ട് ഭർത്താവ് ഭാര്യയെ കൂട്ടി, അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് സ്ത്രീകൾ മുഖം കാണിച്ചിട്ടോ കാണിക്കാതെയോ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അത് സമ്പാദ്യത്തെ കൊതിച്ചിട്ടാണ്. ചിലർ നിർവാഹമില്ലാതെ, ചിലർക്ക് കാശുള്ളിടത്തേക്ക് കാശ് കൂട്ടാൻ വേണ്ടി ഇങ്ങനെല്ലാം ചെയ്യുന്നു. അതിവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് കുഞ്ഞാൻ പാണ്ടിക്കാട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ചെയ്യുന്ന വീഡിയോ. ജീവിച്ചോനെ ഇജ്ജ നരകത്തിന്റെ വർഗം കൊള്ളിയാടാ. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ സാധനങ്ങളെ പെരയിലിരുത്താനുള്ളതാണ്. ഒരു പെരയിൽ മാപ്പിളാർക്ക് കഞ്ഞിയും ചോറും ഉണ്ടാക്കിയാണ്ട് മുറ്റടിച്ചൊരു പാത്രം മോറി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഓളേറ്റ് നീ പുറത്തു പോകരുത്, ഓളേറ്റ് നീ സെൽഫി എടുക്കരുത്, ഓളേറ്റ് നീ വീഡിയോ എടുക്കരുത്. ഉണ്ടല്ലേ ഞാൻ പറട്ടെ, ഓളേറ്റ് നീ കറങ്ങരുത്. നീയും നിന്റെ ഭാര്യയും മക്കളും അടിച്ചു പൊളിച്ച് നടക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കുന്നില്ലടാ. എന്തിനാണ് നരകത്തിന് വർഗം കൊള്ളിയേ നീ ഇങ്ങനെ ജീവിക്കുന്നത്? നിനക്കൊരു മുളം കയറെടുത്ത് തൂങ്ങി ചത്തൂടടാ. ചാകാൻ മനസ്സില്ല അനക്കടി. പടച്ചോ നന്ന ആയുസ് പടച്ചോ എടുക്കുമ്പോട്ട് പോകും. അല്ലാതെ പിന്നെ ആത്മഹത്യ ചെയ്യാനത്. ഞാൻ ഇപ്പൊ ചെയ്ത തെറ്റെന്താണെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കണേ. കെട്ടിയ പെണ്ണുങ്ങളേറ്റ് നടക്കരുത്, എവിടെയും കൊണ്ടുപോകരുത്. അതേപോലെ പിന്നെ നിങ്ങൾ വീഡിയോ എടുക്കരുത്. എന്താ വീഡിയോ പറയാം, നമ്മള് എല്ലാം കഴിച്ചിട്ടാണ്ട് കുരുക്കി ഇതാക്കിയാണ്ടല്ല വീഡിയോകൾ എടുക്കണത്. മാന്യമായിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകണം, ഞങ്ങൾ ട്രാവലർ ചെയ്യണം, ആ ജാതി വീഡിയോ എല്ലാം എടുക്കണത്. അല്ലാതെ പിന്നെ എത്ര പെണ്ണുങ്ങൾ ഇതിന് വീഡിയോ ചെയ്യുന്നുണ്ട്, എത്ര ഫാന്. ഓർക്കൊന്നും പിന്നെ ഓരോ കമന്റിലും ഉണ്ടല്ലോ അത്യാവശ്യം കുഴപ്പമില്ലാത്തത്. കുറച്ച് പിന്നെ കാക്കാമാര് വന്നുകാണ്ട് നരകത്തിന്റെ വർഗം കൊള്ളിയേ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? നീ നിന്റെ പെണ്ണുങ്ങളെ വേറുള്ള ആൾക്കാർക്ക് കാട്ടിക്കൊടുക്കാണ്. ആ ആൾക്കാർ ആ വീഡിയോ കാണുമ്പോൾ അവർക്ക് വികാര ദൗർബല്യനാവുകയാണ്. ഇത് കണ്ടിട്ടോ? ഇതിനെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ വിമർശിക്കുന്നുണ്ട്, ശരിയല്ല എന്ന്. എങ്കിലും ഇവിടെ ആലിമീങ്ങളതിനെ വരാൻ ധൈര്യമില്ല, പറയാൻ ധൈര്യം കാണിക്കാനും സാധ്യമല്ല ഇവർക്ക്. ഈ നമ്മുടെ ആലിമീങ്ങൾ ഉസ്താദന്മാരുണ്ടല്ലോ, പണ്ഡിതന്മാർ, ഇവർ തന്നെ യൂട്യൂബർമാരാണ്. എങ്കിലും ആവശ്യത്തിന് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പോലെ ഒരു സംസാരിക്കാൻ വേണ്ടി, ഒരു പ്രസംഗിക്കാൻ വേണ്ടി അത്യാവശ്യ ഘട്ടത്തിൽ ഒരു ദുആ ചെയ്യാനോ അതല്ലെങ്കിൽ മജ്‌ലിസ് നടത്താനോ അത് പാടുണ്ടെന്ന് പറയുന്നതല്ല. എങ്കിലും അത്ര മാത്രമല്ല ഇവർ ചെയ്യുന്നത്. ഇവർ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴും, ട്രെയിനിൽ നിന്ന് വരുമ്പോഴും, ട്രെയിനിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും, കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴും, ഒരു മജ്‌ലിസിന് വരുമ്പോഴും എല്ലാം കൂട്ടത്തോടെ വീഡിയോ എടുക്കുന്നതാണ്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും, അതുപോലെ ബാഗ് പിടിച്ചിങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് വരുമ്പോഴും, വീട്ടിലേക്ക് പോകുമ്പോഴും എല്ലാ അവസരത്തിലും ഇവർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയാണ്, യൂട്യൂബാണ്. ഇത്ര ചെയ്യുമ്പോൾ ഇവരെങ്ങനെ ശബ്ദിക്കും? സ്ത്രീകളെപ്പറ്റി എങ്ങനെ ശബ്ദിക്കും? സ്ത്രീകൾ ചെയ്യുന്നത് പാടില്ല എന്ന് പറയാൻ ഇവർക്ക് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? എന്തെങ്കിലും വഴിയുണ്ടോ? ആരാണ് സോഷ്യൽ മീഡിയയിൽ വരാത്ത? എല്ലാവരും തലക്കെട്ട് നല്ല സ്റ്റൈലായി കെട്ടി ഇവർ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നതല്ല, അനാവശ്യങ്ങൾക്കും ഇവർ ഉപയോഗിക്കുന്നു. പോകുമ്പോഴും വരുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാ കാര്യത്തിലും ഒരാൾ കൂടെ വീഡിയോ ചെയ്യാൻ കൂട്ടി തന്നെ ഇവർ പോകുന്നതാണ്. ഇവിടെ ചെയ്യേണ്ടതല്ല, അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കാം. പണ്ടൊക്കെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഓടിപ്പോയി ഉസ്താദിനോട് ചോദിക്കണം, ഒരു പാസ്പോർട്ടിന് ഫോട്ടോ എടുക്കണമെങ്കിൽ. അപ്പോഴാണ് ഉസ്താദ് പറയുന്നത്, ഫോട്ടോ എടുക്കൽ ഹറാമാണ് മോനെ, ഫോട്ടോ വീട്ടിൽ വെക്കലും ഹറാമാണ് മോനെ, അതുകൊണ്ട് വീട്ടിലൊന്നും വെക്കരുത്. പാസ്പോർട്ടിൻ്റെ ആവശ്യത്തിലാണെങ്കിൽ ചെറിയൊരു ഫോട്ടോ എടുത്ത് പാസ്പോർട്ടിന് കൊടുത്തോ, പിന്നെ അതിനെ എവിടെയും വെക്കരുത്. അതാണ് സത്യം. പണ്ടൊക്കെ പറഞ്ഞ അതാണ് സത്യം. ഇപ്പോൾ ആ ഫോട്ടോ ഹലാൽ, വീഡിയോകൾ ഹലാൽ, ഇവർ എല്ലാ സമയത്തും എടുക്കുന്ന വീഡിയോകളും ഹലാൽ.
പിന്നെ സ്ത്രീകളെപ്പറ്റി ഇവർ എങ്ങനെ പ്രസംഗിക്കും, തെറ്റാണെന്ന് എങ്ങനെ പറയും? പിന്നെ അവർ വിമർശിച്ച് കാര്യമില്ല. ഹലാലല്ലാതെ ഹറാമാണ്, തെറ്റാണ് എന്ന് പറയുന്നവർ തന്നെ ചെയ്യുന്ന ഓരോ കുറ്റങ്ങളും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. തെറ്റിൻ്റെ ഭാഗത്താണ് ഒരുപാട് ആൾക്കാർ, ശരിയുടെ ഭാഗത്ത് ആരുമില്ല. എവിടെയാണ് ശക്തിയുള്ളത്, എവിടെയാണ് മെജോറിറ്റി ഉള്ളത്, എവിടെയാണ് പണമുള്ളത്, അവിടത്തേക്ക് എല്ലാവരും സപ്പോർട്ടായി നിൽക്കും. ഇതാണ് അവസാന കാലം. ലോകാവസാനം വരുമ്പോൾ ഇങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.